ഈ അർജുൻ എവിടെയാണ്, ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ എന്ന അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ, അർജുൻ്റേതല്ലാത്ത കുറ്റത്തിന് അപകടത്തിൽപ്പെട്ട അർജുൻ്റെ അമ്മയ്ക്ക് മറുപടി കൊടുക്കാൻ നമ്മൾ രാജ്യമെന്ന നിലയ്ക്ക്, സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. MLA ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഡ്രഡ്ജർ കൊണ്ടുവരണം. കർണാടക പറയും അവിടെ എന്താണ് റെയിൽവേ മേൽപ്പാലമുണ്ട്, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. നമ്മൾ പറയും ജങ്കാർ കൊണ്ടുവരണം. അപ്പോൾ പറയും ഈ ഗംഗാവലി പുഴയിൽ എന്താണ് ആഴങ്ങൾ പല വിധത്തിലുള്ളതാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ കഴിയില്ല. ഈ തെരച്ചിൽ നടന്നു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്, നമ്മൾ ഒരുമിച്ച് നേരിട്ട് കണ്ടതാണ്, അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി ഉണ്ടെന്നിരിക്കെ നമുക്ക് മുന്നോട്ട് വെക്കാൻ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാവണം. നിങ്ങൾ ഈ വഴിക്ക് പോകൂ എന്ന് പറയാൻ പ്ലാൻ ഉണ്ടാവണം. MLA അങ്ങനെ ഒരു പ്ലാൻ നമുക്ക് കൊടുക്കാനുണ്ടോ, പറയാനുണ്ടോ? തീർച്ചയായും ആഷ്മി, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കർണാടക ഒരു 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 സംസ്ഥാനം, ആ സംസ്ഥാനത്തൊരു ഗവൺമെൻറ്, അവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിലൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അത് കേരളത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും, ഇപ്പം കേരളത്തിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തേണ്ടത്, പ്ലാൻ തയ്യാറാക്കി ഇടപെടേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എല്ലാം ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ്. അതിലേക്ക് കൂടുതലായി നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായി ആഡ് ചെയ്യാൻ, അധികമായി എന്തെങ്കിലും നിലയിലേക്കുള്ള നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, ആ നിർദ്ദേശങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ നേരിട്ട് ഈ പറഞ്ഞ ഉന്നതതല യോഗങ്ങളിലെല്ലാം വിവിധ നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശങ്ങൾ ഏറെക്കുറെ കർണാടകയിലെ ജില്ലാ ഭരണകൂടം ആ കാര്യത്തിൽ വളരെ സ്വാഗതാർഹമായ സമീപനം സ്വീകരിച്ചെങ്കിലും പരിപൂർണമായി ഈ പറഞ്ഞതുപോലെ പുതിയ ഈ എല്ലാ മാർഗങ്ങളും പരാജയപ്പെട്ട് പിന്മാറുന്ന സന്ദർഭത്തിൽ ഇനി എന്ത്, അതല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യം. അർജുൻ്റെ കുടുംബം, അർജുൻ്റെ സഹോദരി, അവരുടെ പ്രതികരണം കണ്ടല്ലോ. നമ്മുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രമല്ലേ ഉള്ളൂ, അർജുനെ കണ്ടെത്തുക, ഈ അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്തുക. അതിന് ഇത്രമേൽ ഒരു വലിയ ഒരു ഭീകരമായ അന്തരീക്ഷത്തിൽ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ സാധ്യമായത് യുദ്ധകാലടിസ്ഥാനത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നേരത്തെ ചില പരാമർശങ്ങളിൽ വാർത്തകളിലൊക്കെ ഞാൻ കേട്ടു, ഇവിടെ ഇപ്പം ഈ ഒരു പ്രത്യേകമായ ഉപകരണം, അതായത് ഡ്രഡ്ജർ മിഷൻ പ്രത്യേകം കൊണ്ടുവരണമെങ്കിൽ ദിവസങ്ങൾ കഴിയും, 4-5 ദിവസം കഴിയുമെന്നുള്ള നിലയിലേക്കുള്ള വാർത്തകൾ വരുന്നു. സ്വാഭാവികമായും ആശങ്കയുണ്ടാവില്ലേ? പുഴയിലെ ജലനിരപ്പ് താഴണം എന്നുള്ള നിലയിലേക്കുള്ള വാർത്തകൾ വരുന്നു. സ്വാഭാവികമായും ആ കുടുംബത്തിന് ആശങ്കയുണ്ടാവില്ലേ? നമ്മൾ കാണേണ്ടത് ഈ പരിമിതികൾ നമുക്കുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ 6 ദിവസം ആഷ്മി ഉൾപ്പെടെയുള്ളവർ, നമ്മൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്തവരാണ്. അങ്ങനെ ക്യാമ്പ് ചെയ്യുന്ന അവസരത്തിൽ ആദ്യത്തെ ദിവസങ്ങളിലുണ്ടായിരുന്ന പ്രതികൂലമായ കാലാവസ്ഥാ സാഹചര്യം ഇന്നലെയും ഇന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നലെ ഞാൻ അവിടുന്ന് തിരിക്കുന്നത് വരെ പ്രതികൂലമായൊരു കാലാവസ്ഥയുടെ പ്രശ്നം, വ്യാപകമായി മഴ പെയ്യുന്ന രീതി ഇല്ല. ഭാഗികമായി മഴയുണ്ട്, എന്നാൽ ഒരു നേരത്തെ തുടക്കത്തിലുണ്ടായിരുന്നത് പോലുള്ള ഒരു പ്രതികൂലമായ കാലാവസ്ഥാ സാഹചര്യം ഇല്ലാഞ്ഞിട്ട് പോലും നമുക്ക് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് വേഗതയിൽ നടപടികൾ പുരോഗമിപ്പിക്കാൻ കഴിയാകുന്ന വിധത്തിൽ മുന്നോട്ട് പോകാനായില്ല എന്നുള്ളതാണ് നമ്മൾ സ്വയം വിമർശനപരമായി കാണേണ്ടത്. അതിൽ കർണാടക ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും സ്വീകരിക്കുന്ന നിലപാട് വളരെ പ്രധാനമാണ്. അവർക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വീണ്ടും കമ്മ്യൂണിക്കേഷൻ, 2 സംസ്ഥാനങ്ങൾ തമ്മിൽ നടത്തേണ്ടതായ ഒരു ഗൗരവകരമായ ആശയവിനിമയം എന്നുള്ള നിലയിൽ കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നത്. 2 മന്ത്രിമാർ അവിടെ പോയി ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുന്നത്. അവിടെയുള്ള ഇപ്പോൾ ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെ, അതായത് കർണാടകയിലെ ഫിഷറീസ് മന്ത്രി ഉൾപ്പെടെ അവരുടെ സാന്നിധ്യത്തിൽ പ്രത്യേകമായ നിലയിലുള്ള നടപടികൾ മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങുന്നു എന്നുള്ള വാർത്തകൾ പോലും പുറത്തു വരുന്നു. നമ്മൾ കാണേണ്ടത് ഇതിൽ ആത്യന്തികമായും സ്വീകരിക്കേണ്ടതായ നടപടികൾ അതത് ഘട്ടങ്ങളിൽ സ്വീകരിച്ചു പോയിട്ടില്ല എങ്കിൽ ഇനിയും കാലതാമസം നേരിടും. അത് നമുക്ക് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന പ്രശ്നമായി മാറും. ആ കുടുംബത്തിൻ്റെ മുന്നിൽ മറുപടിയില്ലാത്തവരായി നമ്മൾ മാറുന്ന സാഹചര്യം ഉണ്ടാവും. 13 ദിവസം പിന്നിടുകയാണ് ആഷ്മി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 13 ദിവസമാണ്. ഈ സഹോദരിയുടെ ഇപ്പം മാധ്യമങ്ങൾ പ്രതികരിച്ച് പറഞ്ഞല്ലോ എത്ര വലിയ വിഷമത്തോടു കൂടിയാണ് ഈ 13 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അവരുടെ കുടുംബം മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിൽ നമ്മൾ വാദപ്രതിവാദങ്ങൾക്കോ ഏതെങ്കിലും നിലയിലേക്കുള്ള ആക്ഷേപങ്ങൾക്കോ ഇതിൽ സ്ഥാനമില്ല. ഇപ്പോൾ നേരത്തെ മേജർ ഇന്ദ്രപാൽ പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹം നടത്തിയ നടപടി ഞാൻ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അങ്ങേയറ്റം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അങ്ങേയറ്റം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാക്കുന്നതായിരുന്നു. അദ്ദേഹമാണ് പുഴയിലെ 5 സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തത്, മെറ്റൽ സാന്നിധ്യമുള്ള 5 സ്പോട്ടുകൾ. ഒരൊറ്റ ദിവസത്തെ പൂർണ്ണമായ ദൗത്യത്തിൻ്റെ ഭാഗമായി 5 സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആഷ്മിക്ക് അതിൽ വ്യത്യസ്ത
അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ നിലയിൽ ഏറ്റെടുക്കുന്ന ഓരോ ദൗത്യത്തിലും വേഗത്തിൽ പുരോഗതി ഉണ്ടാക്കാനും, ഇനി പുരോഗതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ ദൗത്യത്തിൽ നിന്ന് മറ്റൊരു ദൗത്യത്തിലേക്ക് വേഗതയിൽ മാറാനും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ജില്ലാ ഭരണകൂടത്തിന് കഴിയേണ്ടതുണ്ട്. കാർവാർ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന് കഴിയേണ്ടതുണ്ട്. അതിനെല്ലാവിധ നേതൃത്വവുമായി കർണാടക സർക്കാർ മാറണമെന്ന അഭ്യർത്ഥനയാണ്. ആവശ്യമുന്നയിക്കുകയാണ് കേരളം. ഞാൻ അങ്ങനെയൊക്കെ എത്താം, സർ.